ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ വർക്കാണ് ഈ നടക്കുന്നത്. അതിനുള്ള സാധനങ്ങളാണ് ഈ കൊടുന്ന് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ബ്രിഡ്ജാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഓരോ സാധനങ്ങളും ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര പെട്ടെന്ന് ഇവർ പാലം ഉണ്ടാക്കണമെന്നുള്ളത് അറിയാൻ പറ്റും. നമുക്ക് പാലത്തിൻ്റെ അവിടെ കൊണ്ട് പോയി നോക്കാം, പണി നടക്കുന്നിടത്തേക്ക്. ഇതെല്ലാം പാലത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാം ഇരുമ്പിൻ്റെ വലിയ വലിയ സാധനങ്ങളാണ് കൊടുന്ന് ഇറക്കിയിട്ടുള്ളത്. അതൊക്കെ ഇങ്ങനെ കൊടുന്നിട്ട് എല്ലാതാണ് ചേറ്റുവ പാലത്തിൻ്റെ പോണ റോഡാണിത്. പുതിയ പാലം ഉണ്ടാക്കുകയാണ്. ഇതേപോലുള്ള സാധനങ്ങൾ ഇങ്ങനെ അതിലാണ് ഫിറ്റ് ചെയ്യാനുണ്ട്. അതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. ഇത്ര ലെങ്ത്ത് വരും, വീതിയുണ്ട്. ഇതാണ് അതിൽ വെച്ച് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു പീസിൻ്റെ ലെങ്ത്താണിത്, കണ്ട. ഇത്രയും ലെങ്ത്ത് ഉണ്ട് ഒരു പീസ്. ആ ഓരോ പീസാണ് അതിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ സൈഡിലും ഒരുപാട് നെറ്റ് ബോൾട്ടുകളാണ്. ഇത് ഈ രണ്ടെണ്ണം വെച്ച് ജോയിൻറ്റ് ചെയ്യലാണ്, കണ്ട. അതിന് വേണ്ടിയുള്ള നെറ്റ് ബോൾട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഓരോ ടെക്നിക്കാണ് വരുന്നത്, കണ്ട. ഇവിടെ മുതലാണ് ചാലായിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, എത്ര എളുപ്പമാണ് ഈ ബ്രിഡ്ജിലെ പണി നടക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിന് ഒരുപാട് ആൾക്കാരും ഒരുപാട് വർഷങ്ങളും വേണ്ടി വരും ഈ ബ്രിഡ്ജൊക്കെ പണി തീർന്നെങ്കിൽ. എന്നിട്ടപ്പോൾ ഒരു 2 മാസം പോലും ആയിട്ടില്ല. അത്രയും എല്ലാ തൂണുകളും അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ അതിൻ്റെ എല്ലാ പണികളും തുടങ്ങിക്കഴിഞ്ഞു. അതിന് വളരെ നിസ്സാര സമയം കൊണ്ടായിരിക്കും ഇവരിത് തീർക്കൽ. കണ്ടില്ലേ, അതിനാവശ്യമായ ക്രെയിനുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ക്രെയിനിലാണ് ഇതുവരെ എടുത്ത് വെക്കുന്നത്. കണ്ടില്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. മുൻകാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ വേണം പണി. വെറും 3 മാസം പോലും ആയിട്ടില്ല അത്രയും പണി എടുക്കും. ഇതാണ് പുതിയ ഹൈവേയിലെ ചേറ്റുവ പാലം. എല്ലാവിധ സജ്ജീകരണങ്ങളും റെഡിയാണ്. ഇതുപോലെ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ തൂണുകളാണ്. ഇതേപോലുള്ള തൂണുകളെല്ലാം ഫിനിഷായി. ഇനി മേലത്തെ വർക്കുകൾ എത്രയും പെട്ടെന്ന് നടക്കണം. നമുക്ക് എത്രയോ ടണ്ണുകൾ തൂക്കാൻ കഴിവുള്ള ട്രെയിനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഓരോ പീസുകൾ ഇവർ ജോയിൻറ്റ് ചെയ്തിട്ട് അതിലാണ് ക്രെയിൻ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ക്രെയിൻ എടുത്തിട്ട് മേലോട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇല്ല, അതാണ് വർക്കാണ് ഈ നടക്കുന്നത്. ഇതേപോലെ നെറ്റുകൾ മെഷീനറിക്കാണ് ടൈറ്റ് ചെയ്യുന്നത്. നെറ്റ് വളരെ സ്ലോയിലാണ് അവർ ടൈറ്റ് ചെയ്യുന്നത്. പിന്നെ വർക്കേഴ്സാണ് ഇല്ല, ഒരുപാട് ലെങ്ത്താണ്. ഇത്രയും ലെങ്ത്തുള്ള ഒരു സാധനമാണ് ഇവർ, ഇത്രയും വലിയ ക്രെയിനാണ് ഇവരിത് എടുത്ത് മേലോട്ട് പൊക്കി വെക്കുന്നത്. ഇത്രയും ടണ്ണ് ഭാരം തൂക്കാൻ കഴിയുള്ള ക്രെയിനാണ്.
ഇതാണ് ചേറ്റുവ കായൽ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ്. ചേറ്റുവയിലുള്ള ഒരു ദ്വീപാണത്. അങ്ങോട്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. എത്രയോ വലിയൊരു ട്രെയിനാണത്. എത്രയോ ടണ്ണ് കണക്കിന് ഭാരം തൂക്കാൻ കഴിവുള്ള ഒരു ട്രെയിൻ. അത് തൂക്കാൻ ഉപയോഗിക്കുന്ന വയറാണത്. ഇതിൽ കൊളത്തിയിട്ടാണ് അതിൽ പൊന്തിക്കുന്നത്. ഇതാണ് ചേറ്റുവ കായൽ. അവർക്ക് പോകാനും വരാനുള്ള ചെങ്ങാടാണിത്. അല്ല, ഇരുമ്പിൻ്റെ ചെങ്ങാടാണ്. ഇതിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്, സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിനുള്ള എല്ലാ തൂണുകളുടെ വർക്കും കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ എല്ലാ തൂണുകളുടെ വർക്കും കഴിച്ചു. അതാ മേലത്തെ പണികൾ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ലെങ്ത്തുള്ള ഓരോ സാധനമാണ് ഇതിൻ്റെ മേലെ തൂക്കി വെക്കുന്നത്. കണ്ടില്ലേ? അവിടെ മുതൽ ഇത്രയും ലെങ്ത്താണ് വരുന്നത്. ഓരോ കോണിൻ്റെ ലെങ്ത്ത്, അതിനുള്ള ഓരോ പീസുകളാണ് അവർ ജോയിൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. കണ്ടോ, അത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. ഇത്രയും പണികൾ അവർ കഴിച്ചു. ഇനി ഇവിടുന്ന് പകുതി പോലും ഇല്ല, കാൽഭാഗം പണികൾ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ കാലഘട്ടമാണെങ്കിൽ ഒരുപാട് ആൾക്കാരും ഒരുപാട് സമയവും വർഷങ്ങളെടുക്കും ഒരു ബ്രിഡ്ജ് പണിതെടുക്കണേ. ഇന്നത്തെ കാലം വളർന്നു, സാഹചര്യം വളർന്നു, അതിനുള്ള സാമഗ്രികൾ വളർന്നു, ടെക്നിക്കുകൾ വളർന്നു. ഒരു വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണിത് പൊന്തിക്കുന്നത്. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോസ്